ഹലോ ഗൈസ്, അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ആൻഡ് ഇത് ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് എടുക്കാം. ഇത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കേണ്ട, സ്കിപ്പ് ചെയ്ത് പോകാം. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇട്ട വീഡിയോയുടെ സത്യാവസ്ഥ എനിക്ക് പറയണം. വീഡിയോയുടെ സത്യാവസ്ഥ അല്ല, അതിൻ്റെ പിന്നിലെ കാര്യങ്ങളും ആ വീഡിയോയിലോട്ട് എങ്ങനെ എത്തി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ സഫയുടെ സ്പൈക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ കൊച്ചു പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ വന്ന കമൻസ് ആണ്, ഇത് സ്ക്രിപ്റ്റാണ്, ഇത് നാടകമാണ്, ഫസി ഡ്രാമ കളിക്കുന്നു, ഫസി ഇത് കണ്ടന്റ് ആക്കുന്നു, മറ്റതാക്കുന്നു, മറിച്ചതാക്കുന്നു, എത്ര പൈസ കൊടുത്തിട്ടാണ് ആ കൊച്ചിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചത്. ഇങ്ങനെ ഒരു ലോഡ് കമൻസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, എനിക്കറിയത്തില്ല നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ ഇത് സ്ക്രിപ്റ്റ് ആക്കേണ്ട ആവശ്യം എനിക്ക് ഉറപ്പായിട്ടും ഇത് വരുന്നില്ല. ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടന്റിനോ റീച്ചിനോ വേണ്ടി ചെയ്ത വീഡിയോ അല്ല. ബിക്കോസ് അതിൽ ഞാൻ സഫയുടെയും ലല്ലുവിൻ്റെയും കാര്യം തെളിയിക്കാനല്ല നോക്കിയിട്ടുള്ളത്. ആ കൊച്ചു അനുഭവിക്കുന്ന അവസ്ഥ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആൻഡ് അതും ഞാൻ സ്ക്രിപ്റ്റ് ആക്കി, ഞാനിത് കണ്ടന്റ് ആക്കി, ഞാനൊരു കൊച്ചിനെ മുന്നിൽ പിടിച്ചിരുത്തി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ തെളിവ് ഞാൻ കാണിക്കാം. ഓക്കെ, സോ എന്നെ ഫസ്റ്റ് ഈ കൊച്ചു വിളിക്കുന്നത്, ഓക്കെ, എന്നെ ഇങ്ങോട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടാൽ മതി. 3:29 PM 28-ാം തീയതി, അതായത് ഈ ശനിയാഴ്ച. എല്ലാം തെളിവ് വെച്ച് കാണിക്കണമല്ലോ, എന്നാലേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് മൊത്തം കാണിക്കുന്നത്. ഇനി ഇത് കണ്ടിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ എനിക്കിതിൻ്റെ സത്യം തെളിയിക്കണമെന്ന് എനിക്ക് ഉണ്ട്, എൻ്റെ ഒരു ഇതുണ്ട്. ഇത് കണ്ട് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അപ്പോൾ 28-ാം തീയതി 3:29 എനിക്ക് ഫസ്റ്റ് കോൾ വരുന്നത്. എൻ്റെ നമ്പർ എവിടെ നിന്ന് ഒപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല, നമ്പർ കുറേ സ്ഥലത്തുണ്ട്. അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്തായിരിക്കും. ബിക്കോസ് ഞാനാണ് സഫയുടെ എതിരെ വീഡിയോ ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഇവരെന്നെ കോൺടാക്ട് ചെയ്ത് ഇവർ 3 മിനിറ്റ് സംസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത്, കൊച്ചിനെ തല്ലി ഭീഷണിപ്പെടുത്തി, അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കേസ് കൊടുത്തതിന് തീരുമാനമായിട്ടില്ല. അതായത് കേസ് കൊടുത്തത് അവർ 15 വയസ്സായതുകൊണ്ട് ജുവനൈലിൽ കൊണ്ട് കേസ് കൊടുക്കണം, കോടതി വഴി മൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേസ് അവിടെ രജിസ്റ്റർ ചെയ്യത്തില്ല എന്ന് പോലീസ് പറഞ്ഞു. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് വന്നിട്ട് ഇങ്ങനെ കൊച്ചിനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് നോക്കേണ്ട കാര്യം തന്നെയാണ്. ഇന്ന് സായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ എടുത്ത് നോക്കി അതിൻ്റെ കുറച്ചുകൂടെ ഗുരുതരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ 28-ാം തീയതി എന്നെ ആ കൊച്ചു വിളിക്കുന്നു. ഞാൻ ഈ സംഭവം അറിയുന്നു. അപ്പം അവർക്കിത് സംസാരിക്കണം എന്ന് പറയുന്നു. ആൻഡ് ഞാൻ അവർക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് കൊടുത്തു. അതായത് എൻ്റെ ചാനലിൽ അവർ വന്നിരുന്ന് പറയാനുള്ള കാര്യങ്ങൾ, സഫയുടെ കാര്യം ഞാനല്ലേ ഏറ്റവും കൂടുതൽ പുറത്ത് പറയുന്നത്. അപ്പം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിൽ പോയിട്ടോ അങ്ങനെ ഇങ്ങനെ കാണാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അവരെന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവർക്ക് ആ സ്പേസ് കൊടുത്തു. അതിലെനിക്ക് ഇപ്പോഴും തെറ്റ് തോന്നുന്നില്ല. ഇനി തെറ്റ് തോന്നുന്നവരുണ്ടെങ്കിൽ എനിക്കത് പ്രശ്നമില്ല. ഞാനത് ചെയ്തത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നല്ല കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആ കൊച്ചു അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിൽ സഫ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് എൻ്റെ അടുത്ത് ഇവർ ആദ്യം സംസാരിക്കുമ്പം, അതായത് 28-ാം തീയതി എനിക്ക് വാട്സപ്പിൽ അത് കഴിഞ്ഞ് മെസ്സേജ് അയച്ചു. ഇവർ അയച്ച കുറച്ച് ഓഡിയോ ഉണ്ട്, അതും കൂടെ നിങ്ങൾ കേട്ടോളൂ. ആ വീഡിയോയിൽ ലാസ്റ്റ് പറയണതില്ല, അവള് വീട്ടിൽ വന്നിട്ട് ഞാൻ അറിയാതെ ഫോണ് റെക്കോർഡ് ചെയ്ത് പിടിച്ചാണ് ആ കാര്യങ്ങൾ. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞങ്ങളുടെ വീടിന്റെ ഓണർ പറഞ്ഞതിന് ശേഷമാണ് ചേച്ചി പറഞ്ഞതൊക്കെ ആ വീഡിയോസിൽ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സഫ കാരണം ഞാൻ എൻ്റെ മക്കളും ചിലപ്പോൾ മരിച്ചെന്നിരിക്കും, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ. നിങ്ങളിത് കേട്ടല്ലോ അല്ലേ, സഫ കാരണം ഞങ്ങൾക്ക് മരിക്കേണ്ടി വരും എന്നൊരാൾ പറയുമ്പോഴത്തേക്കും ഞാൻ പറയണോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, നിങ്ങൾ പോയി മരിച്ചോ എന്ന് പറയാൻ ഞാൻ അത്രയും കണ്ണീച്ചോര ഇല്ലാത്തൊരു വ്യക്തിയല്ല. ആരും മരിക്കാൻ കിടന്നാലും നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും നമ്മൾ നോക്കിപ്പോവും. അതേപോലെ എന്നോട് ഒരു തെറ്റും ഇവർ ചെയ്തിട്ടില്ല. ഇവർ അങ്ങനെ സഫയുടെ നാടകത്തിൽ ഇവർക്കൊരു ഭാഗമായി വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഇതാക്കേണ്ടത് അവരുടെ നിരപരാധിത്വം, അല്ലെങ്കിൽ ആ കൊച്ചിനെ അനുഭവിക്കേണ്ടി വന്ന ട്രോമ പുറത്ത് കാണിക്കേണ്ടത് എൻ്റെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സ്ക്രിപ്റ്റാന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തന്നത്. എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഇവരുടെ അവസ്ഥ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അതായത് സൺഡേ, ഈ സൺഡേ എന്ന് പറയുന്ന ദിവസം, ഇനി സൺഡേ എന്തുകൊണ്ട് ഇന്റർവ്യൂ എടുത്തെന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ, സൺഡേ എന്ന് പറയുന്ന ദിവസം മെഹനാസിന്റെ പോഡ്കാസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റ കണ്ടവർക്കറിയാം, ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ഞാൻ കൊച്ചിയിൽ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു സൺഡേ നമുക്ക് എന്നാൽ അത് ചെയ്യാം, കാരണം ഞാൻ സൺഡേ എന്തായാലും വരുന്നുണ്ട്, 2 തവണയായിട്ട് വരണ്ടല്ലോ, ഒറ്റ ദിവസം കൊണ്ട് 2 കൂടെ എടുക്കാന്നുള്ള ഇതിലാണ് ഞാൻ ഫസ്റ്റ് ഇവരുടെ എടുക്കുന്നത്. ഓക്കെ, ബാക്കി ഓഡിയോസ് കേൾക്കാം. വാടകക്കാര് പറഞ്ഞേക്കെന്താന്നറിയാമോ, അവിടുന്ന് മാറണോന്നാ. ഞാൻ ഈ പിള്ളേരെ കൊണ്ട് എങ്ങോട്ട് പോകുന്നു, എനിക്കാണെങ്കിൽ ഒരു വെത്തും പിടിയില്ല. ഇങ്ങനെയൊക്കെ അവർക്ക് നമ്മൾ വാടക താമസിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഒന്നാമത് എനിക്കൊരു കിഡ്നി ഇല്ലാത്തതാണ്. അതിനപ്പുറം ഇപ്പൊ മൂക്കിൽ കൂടിയിട്ട് ബ്ലഡും വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടാത്തൊരവസ്ഥ നിൽക്കണം. ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യണത് നാട്ടുകാർ അറിഞ്ഞ് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വന്നാലോ.
ഞാൻ ആ ചേച്ചീനെ പേഴ്സണലി നേരിട്ട് കണ്ടാണ് ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ. അപ്പോൾ ചേച്ചിയുടെ ഒരു കിഡ്നി ഫെയിലിയർ ആണ്. ചേച്ചി ജോലിക്ക് പോയിട്ടാണ് ഇതാക്കുന്നത്. ഈ സംഭവം അറിയാൻ പിന്നെ കൊച്ചിന് സ്കൂളിൽ മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ആൻഡ് കൊച്ചു പോയാൽ തന്നെ ഇവർക്ക് പേടിയാണ്, ഇവർക്ക് ടെൻഷനായിട്ട് ഇവർ ജോലിക്ക് പോകുന്നില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? കിഡ്നി ഫെയിലായിട്ട് മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനപ്പോൾ ഇന്റർവ്യൂ എടുക്കണ്ടായിരുന്നോ? ഞാൻ അവരെ വെറുതെ വിടണമായിരുന്നോ? ഞാനിത് ആദ്യം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ആകെ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ ആകെ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, ഞാൻ അവരുടെ അവസ്ഥയും സാഹചര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. അത് അവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. അവർ പറഞ്ഞു അതൊന്നും ആൾക്കാരെ അറിയിക്കേണ്ട, എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളൊരു കാര്യം അറിയിച്ചാൽ മതി. ഇനി ബാക്കി കേൾക്കാം. അത് കുഴപ്പമില്ല. പിന്നെ ഇവൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. നാട്ടുകാരും എല്ലാരും ചീത്ത പറഞ്ഞാണ്. ഞങ്ങളുടെ വീഡിയോസ് എടുത്ത് ഇടുവാടാ, പിന്നെ വേറൊരു അപ്പുറത്തേക്ക് വേറൊരു പെങ്കൊച്ചുണ്ട്. ആ കൊച്ചിന്റെ വീട്ടുകാര് കേസ് കൊടുക്കും എന്നൊക്കെ പറയണത്. അതറിയില്ല. അപ്പം കേട്ടല്ലോ അല്ലേ? ഇവൻ പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ആൾക്കാർ കളിയാക്കുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് വീട്ടുകാരാണെങ്കിലും കൊണ്ട് കേസ് കൊടുക്കും. ഇനി നിങ്ങളുടെ അടുത്ത സംശയമാണ്, സഫയുടെ വീഡിയോയിൽ ഇങ്ങനെ അല്ലല്ലോ പറയുന്നത്, ഇവൻ പിന്നെ എന്തുകൊണ്ട് ഇവിടെ വന്ന് മാറ്റി പറയുന്നു? സഫയുടെ വീഡിയോയിൽ ഇവൻ പറയുന്നുണ്ട് സഫയുടെ വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ, ലല്ലുവിൻ്റെ വീഡിയോനെ എടുത്തിട്ടില്ലെന്ന്. എൻ്റെ ഇന്റർവ്യൂവിൽ അവൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് സഫയുടെ വീഡിയോയും ലല്ലുവിൻ്റെ വീഡിയോയും ഇവൻ തന്നെയാണ് എടുത്തേക്കുന്നത്. ചോറുണ്ണന ഏതൊരു പൊട്ടനാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും രണ്ടും ഒരു ക്യാമറ ഒരു ഫോണിലാണ് എടുത്തേക്കുന്നത്. ഈ രണ്ടെടുത്ത വ്യക്തി ഈ കൊച്ചു സത്യം ചെയ്ത് ഈ കൊച്ചാണ് വീഡിയോ എടുത്തേക്കുന്നത്. കൊച്ചു സമ്മതിക്കുന്നുണ്ട് വീഡിയോ എടുത്തിട്ടില്ലെന്ന് മോൻ കള്ളം പറഞ്ഞിട്ടില്ലോ. ആ വീഡിയോ ആ കൊച്ചു എടുത്തിട്ട് ലല്ലു അവിടെ ഉണ്ടായിരുന്നോ, ലല്ലു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സഫയുടെ വീഡിയോയിൽ ആ കൊച്ചു പറയുന്നുണ്ട് ലല്ലു ഇല്ലായിരുന്നു. അപ്പൊ അത്രയും സത്യം പറയുന്നത് ആ കൊച്ചിനെ അങ്ങനെയൊക്കെ ചെയ്ത് സത്യമാണ് സഫയുടെ വീഡിയോയിലെങ്കിൽ ആ കൊച്ചിനെന്നാൽ അവിടെ സത്യം പറഞ്ഞാൽ പോരെ? ലല്ലു ഉണ്ടായിരുന്നു, ലല്ലു അപ്പുറം മാറിയിരിക്കുന്നത് എന്തുകൊണ്ട് കൊച്ചു പറഞ്ഞില്ല? അപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ സഫ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് കൊച്ചിനെ തല്ലിയിട്ടുണ്ടെങ്കിൽ തല്ലിയിട്ട് മാറ്റി പറയിപ്പിച്ചു. സഫ പറയേണ്ടത് എങ്ങനെയായിരുന്നോ അങ്ങനെ പറയിപ്പിച്ചു. ഇനി വേറൊരു കാര്യം ഇവരെൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ വന്ന ചോദ്യമാണ് സഫ മെഹനാസ് അയക്കണമെന്ന് എന്തിനു സഫ പറഞ്ഞെന്ന്. സായിയുടെ വീഡിയോയിൽ ആ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം ഇവർ ഇതിന് ആൻസർ തരുന്നത് എന്താണെന്ന് വെച്ചാൽ, മെഹനാസിന് അയക്കാൻ പറഞ്ഞത് മെഹനാസ് ഇതിനെതിരെ റിയാക്ട് ചെയ്യുമോ, സഫേനെ എന്തെങ്കിലും ചെയ്യുമോ, അതായത് സഫയുടെ വെർബലി തെറി പറയുമോ, അല്ലെങ്കിൽ സഫയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ സഫയ്ക്ക് അത് കേസായിട്ട് മൂവ് ചെയ്യാൻ പറ്റും, സഫയ്ക്ക് എളുപ്പമാവും ഡിവേഴ്സ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നാണ് ഇവർ പറയുന്നത്. ഇവള് സഫ എന്ന് പറയുന്ന ആള് ഉദ്ദേശിച്ചത് ഈ വീഡിയോ വൈറലാവണം എന്നല്ല, ഇത് മെഹനാസിലോട്ട് എത്തണം എന്ന് കഴിഞ്ഞാൽ മെഹനാസ് ഇവൾക്കെതിരെ റിയാക്ട് ചെയ്ത് ഇവൾക്കത് കേസായിട്ട് പോകാൻ പറ്റും. അല്ലാണ്ട് ഇത് ഇറ്റ്സ് മീ ഷാലൂസ് എന്ന് പറയുന്ന ചാനൽ വഴിയാണ് ഈ വീഡിയോ ഫസ്റ്റ് പോകുന്നത്. ഇവള് ഓർത്തില്ല ഇത് ഒരിക്കലും പബ്ലിക്കലി ഈ വീഡിയോ പോകും, അപ്പോൾ അങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന്. ഇത്രയും ഇന്റർവ്യൂവിൽ കള്ളം വിളിച്ചു പോകുന്ന ഇത്രയും ഇതാക്കുന്ന ആളെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ലല്ലു അവിടെ ഉണ്ടായിരുന്നെന്നുള്ളത് സത്യമാണ്. അത് കഴിഞ്ഞ് ഇപ്പം അടുത്തൊരു ഇൻസിഡന്റ് ഉണ്ടായി. അതായത് ഞായറാഴ്ച രാത്രി ആ സഫയുടെ ഫ്ലാറ്റിൽ നിന്ന് പോലീസ് പൊക്കുന്ന ഒരു സീന്, പോലീസ് പൊക്കിയിട്ടുണ്ട്. അതെന്താ സംഭവം നിങ്ങൾ അത് ഇവരും പറയുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ നാട്ടുകാരായ ഇനി ഇത് ഡയറക്റ്റ് പോയി അന്വേഷിക്കാൻ അത്ര താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എടയപുരം ആലുവ ഇവരുടെ സ്ഥലത്ത് പോയി അന്വേഷിക്കാം അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. ഈ പോലീസ് പൊക്കിയ വിവരം ഞാൻ ഓൾറെഡി അറിഞ്ഞാണ്, ബിക്കോസ് ഞാൻ ആ സംഭവ സ്ഥലത്ത് ആലുവയിൽ പോയിട്ടുണ്ട്. ഇത് ഇവരറിയണമെങ്കിൽ ഇവരെന്തിനാ വെറുതെ കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? സഫയുടെ ഫ്ലാറ്റിൽ നിന്ന് ആരെ പൊക്കി? ഇതൊക്കെ സഫ ഉത്തരം തരണം. പോലീസ് പൊക്കിയിട്ടുണ്ട്, അവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ലല്ലു ഇറങ്ങി ഓടിയിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ക്ലാരിറ്റി സഫ തരണം. ക്ലാരിറ്റി തന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ബിക്കോസ് എൻ്റെ കയ്യിൽ വിത്ത് എവിഡൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാനിത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് പറയേണ്ട ഒരു രീതിയുണ്ട്. ഈ കാര്യം പറഞ്ഞ് എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകാനുള്ളതാണ്. മെഹനുവിൻ്റെ പോഡ്കാസ്റ്റ് വരുമ്പോൾ ഇനി നിങ്ങൾ പറയും ഇവള് മെഹനുവിനെ വെളുപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ ആരെയും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല. എൻ്റെ അടുത്ത് ഒരാൾ വന്ന് അവർക്ക് പറയണമെന്ന് പറഞ്ഞു, ഞാൻ പറയാനുള്ള സ്പേസ് കൊടുത്തു. ഇനിയിപ്പോൾ സഫ വന്നിട്ട് ഇതിന് ക്ലാരിറ്റി തരണം എൻ്റെ ചാനലിലെന്ന് പറഞ്ഞാൽ സഫയ്ക്ക് സ്വാഗതം. ഞാൻ എപ്പോഴോ വിളിക്കുന്നതാണ്, സഫേനെ വിളിച്ചിട്ടുണ്ട്. സഫയ്ക്ക് വന്ന് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, 1-on-1 നമുക്ക് സംസാരിക്കാം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, എനിക്കൊരു പ്രശ്നമില്ല. സഫയ്ക്ക് ചോദിക്കാനുള്ള സഫ ഇങ്ങോട്ട് ചോദിച്ചോളൂ, അതിന് പറ്റുമെങ്കിൽ അങ്ങനെ വാ. പക്ഷെ ഇങ്ങനെ ഈ കൊച്ചു പിള്ളേരെയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു നാടകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഇത് പോലീസ് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ഇത് സീരിയസ് ഒഫൻസ് ആണ്, മനസ്സിലായി? ഇത് വലിയ തലത്തിലുള്ള സ്ക്രിപ്റ്റിലോട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി പോലീസ് നോക്കിയാൽ നിങ്ങൾക്ക് കേൾക്കണേ, നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പോലീസ് പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറഞ്ഞു, ആരെയും അറിയാൻ പാടില്ല. ഒരു ചെറുക്കൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ പറയണ കേട്ട്. ഒരു ചെറുക്കനെ പിടിച്ചെന്നും പറഞ്ഞു, വണ്ടിയും കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നില്ല പോലീസ്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ എപ്പോഴും അങ്ങനെ വരാറുണ്ട് പോലീസ്, കഞ്ചാവ് ഹിന്ദിക്കാരൊക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെയാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ പോലീസ് പോയിട്ടുണ്ട്.
ഒരാൾ ഓടിയ ആൾ ലല്ലുവാണ്, ഒരാളെ ഈ പിടിച്ച ആൾ നാജിയാണ്. ഈ നാജിനെ പിടിച്ചിട്ട് നാജി സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, മെഹനാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ എന്തായാലും ഇൻഷാല്ലാ പുറത്ത് വിടുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവർക്ക് അത് കഴിഞ്ഞ് മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. 3 മണിക്ക് വണ്ടി വിടാവോ? ഞാൻ ഇവർക്ക് പൈസ കൊടുത്തുന്ന ആൾക്കാർ ഇനി പറഞ്ഞു, പൈസ കൊടുത്ത് ഞാൻ പറയിപ്പിക്കാൻ എന്തിനാണ് ഞാൻ ഇവർക്ക് പൈസ കൊടുത്ത് ഞാൻ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഞാൻ ഇവർക്ക് ആകെ പൈസ കൊടുത്തത് എടയപുരം ടു എടപ്പള്ളി സ്റ്റുഡിയോ ഫ്ലോറിലോട്ട് ഊബറിൻ്റെ ഇത് വേണേൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഊബർ ബുക്ക് ചെയ്തതിൻ്റെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഊബർ ബുക്ക് ചെയ്ത് കൊടുത്തു, തിരിച്ച് ഊബറിന് ഞാൻ വിട്ടു. അതിനൊരു 250 രൂപ ആയി പോയിട്ടുണ്ടാവും. ആ 2 പൈസ ഞാൻ കൊടുത്തു. ഓക്കെ, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, വണ്ടി വിടാവോന്ന് അവരും കൂടെ ചോദിക്കുന്ന സ്ക്രീൻഷോട്ട് നിങ്ങൾ ചോദിക്കും. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിൽ വെച്ചെടുക്കാന്ന്. ആദ്യം അവരുടെ വീട്ടിൽ പോയിട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ലൈറ്റും കാര്യങ്ങളും റോഡ് സൈഡ് ആയതുകൊണ്ട് ഫുള്ള് ബഹളം ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ചിട്ട് വീഡിയോ എടുത്തത്. മാത്രമല്ല മെഹനാസിനെ എടുക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സ്റ്റുഡിയോ ഫ്ലോർ ബുക്ക് ചെയ്ത് ഞാൻ വീഡിയോ എടുത്തത്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ഞാൻ ഇവർക്ക് പൈസ കൊടുക്കുമോ, ഞാൻ ഇവരോട് സ്ക്രിപ്റ്റിന്റെ ഭാഗമാവാൻ പറയുമോ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇവർ സംസാരിച്ച് എൻ്റെ അടുത്ത് ഇവർ ഈ പ്രശ്നം വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തു. ഇതാണോ ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത്രയും കമൻസ് ഞാൻ കണ്ടു. എനിക്ക് ആ കമൻസിനോടൊക്കെ സത്യം പറഞ്ഞാൽ പുച്ഛമുള്ളൂ. ബിക്കോസ് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം നിങ്ങളൊന്നും സംസാരിക്കാണ്ടിരിക്കുക. ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി ആ കൊച്ചിനെ കൊണ്ട് ഇന്ന പോലെ പറയണമെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടാണ് ആ കൊച്ചു പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് വിശ്വസിക്കുന്നില്ല? അപ്പം നിങ്ങൾ സഫ പറയുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് ഇത് പോലീസ് അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. കാരണം ഇവർ പറയുന്ന കള്ളമാണെങ്കിൽ ഒരിക്കലും ഇവർ കേസ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി കേസിൻ്റെ ഡീറ്റെയിൽസ് എവിടെ കൊടുക്കാം, അവരുടെ പേരൊന്നും ഞാൻ കാണിക്കുന്നില്ല. കേസ് കൊടുത്തേക്കുന്ന ഡേറ്റ് 28-ാം തീയതി ആലുവ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഡ്രാമയാണോ? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഈ കേസ് കൊടുക്കുന്ന ഈ കൊച്ചിൻ്റെ ട്രോമ വരുന്ന ഇതൊക്കെ ഡ്രാമയാണോ? ഇവർ മരിക്കുമെന്ന് കണ്ടിട്ടുണ്ട്. സഫ കാരണം അവർക്ക് ആ വാടക വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നാൽ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ മരിക്കുമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ആര് ഉത്തരവാദിത്വം പറയും? ഇത് ശരിക്കും സീരിയസ് ആയിട്ട് സഫയ്ക്ക് ഇത് പണി കിട്ടും, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയൊക്കെ തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ സഫയ്ക്ക് പണി കിട്ടും. ഓക്കെ, അപ്പോൾ 28-ാം തീയതി കേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ കേസ് ക്ലോസ് ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 15 വയസ്സ് താഴെയുണ്ട്, ജുവനൈൽ വഴി കോർട്ട് വഴി പോകാനാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ച ഇന്നലെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ ഇത്രയും നെഗറ്റീവ് പറയുമ്പോഴത്തേക്കും ആ കൊച്ചിൻ്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ആ കൊച്ചത് വായിക്കുമ്പോൾ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും എന്നെ തല്ലി ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ആ വീഡിയോയിൽ വന്ന് ഇരുന്ന് പറഞ്ഞിട്ടും ആൾക്കാർ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആ കൊച്ചിൻ്റെ ഭാഗം ആലോചിക്കുന്നില്ല. ഇപ്പം നിങ്ങളൊരു തെറ്റും ചെയ്തിട്ട് ഇപ്പം എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻ വരുന്നത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആർക്കും പൈസയും കൊടുത്തിട്ടില്ല, ഞാൻ ഇത് ചെയ്യിപ്പിച്ചിട്ടില്ല, എനിക്ക് ഈ ഡ്രാമയുടെ ഭാഗമേ അല്ല ഞാൻ. ഇങ്ങനെ ഒരു സംഭവത്തെ എനിക്ക് അറിയത്തുപോലില്ല. നിങ്ങൾ ഈ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ ഇത് ഇങ്ങനെ വിചാരിക്കുന്നത് ഡ്രാമയാന്നൊക്കെ. ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോരം ദേഷ്യം വരും എന്നറിയോ? ബിക്കോസ് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ മിണ്ടാണ്ട് കേട്ടേക്കും. ഞാൻ ഇഷ്ടംപോലെ തെറ്റ് ചെയ്ത ഒരു വ്യക്തി എന്നല്ല, ഞാൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്തതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ അതിലാകെ ചെയ്ത തെറ്റ് അവരുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞില്ല, അവരുടെ ആ കേസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാൻ തന്നില്ല. ഇതൊക്കെ ഞാൻ അവിടെ കൊടുക്കണമായിരുന്നു. എന്നിട്ട് ചിലപ്പോൾ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഇത്രയും പറഞ്ഞിട്ട് ഇനിയും നിങ്ങൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ എനിക്കതിനൊന്നും പറയാനില്ല. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അവരെനിക്ക് അയച്ച വോയിസും കൂടെ നിങ്ങൾ കേട്ടോ. സഫ ഒളിഞ്ഞിരുന്നാണ് ക്യാമറയിലെല്ലാം പകർത്തിയത്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല ക്യാമറ ഞാൻ ഓണാക്കിയിട്ടുണ്ട് ചേച്ചി എന്നൊന്നും പറഞ്ഞില്ല. ഒളിച്ചു വെച്ചെല്ലാം ക്യാമറയിലെടുത്ത്. അതിന് മുമ്പ് ഫ്ലാറ്റിൽ നടന്ന കാര്യമൊന്നും എൻ്റെ അടുത്ത് എൻ്റെ മോൻ പറഞ്ഞില്ല. അങ്ങനെ ആ വീഡിയോസിൽ പറയുന്നുണ്ടല്ലോ ചേച്ചി എന്നെ ജീവിക്കാൻ സമ്മതിക്കണം, ചേച്ചി ഇങ്ങനെയൊന്നും കാണിക്കില്ല ചേച്ചി എന്ന് അവൻ പറയുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൻ പറയണത് എന്നെ തല്ലിയിട്ടാണ് അമ്മ വീഡിയോ എടുത്തേക്കണത്, ഫോൺ മേടിച്ച് കുറെ അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ട് കേസ് കൊടുത്തു സ്റ്റേഷനിൽ. അത് എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയും. പോലീസ് സ്റ്റേഷൻ വെച്ച് അവള് പറഞ്ഞില്ല, തല്ലിയില്ല ഒന്നുകൂടി കൊടുക്കണമായിരുന്നു അപ്പ. അതൊക്കെ എന്താ അവള് കള്ളത്തരം പണി നടക്കണ? കൊച്ചിനെ തലപ്പിടിച്ചവൾ സത്യം ചെയ്യാനില്ലേ? ഇതെല്ലാം അവള് ചെയ്ത കാര്യം തന്നെയാണ്. സഭ തന്നെ ഇടയ്ക്ക് വിളിച്ച് എൻ്റെ മോൻ്റെ അടുത്ത് പറയാറുണ്ട്, എടാ വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തരണം കേട്ടാ എന്ന്. പിന്നെ ഈ വീഡിയോസ് എടുത്ത് മെഹ്നുവിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞ കാരണവും അവള് തന്നെ പറഞ്ഞിട്ടുണ്ട്. മെഹ്നുവിൻ്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയാണെന്ന് സഭ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെഹ്നുവിൻ്റെ പേര് കേസ് കൊടുക്കാമല്ലോ അവൾക്ക്. മെഹ്നു പ്രതികരിക്കുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് അവളുടെ അറിയിലായിരിക്കും, ആരെ ഇട്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് അവളുടെ കള്ളത്തരം കളികളാണ് എല്ലാം കളിക്കുന്നത്. എൻ്റെ മോൻ വീഡിയോസ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്.
അതിൻ്റെ ഒരു പേടിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവൻ കൊച്ചാണ്, അവൻ ഇതിലോട്ടൊന്നും അറിയാനും പാടില്ല. ഞാൻ നേരിട്ട് വേണമെങ്കിൽ വന്ന് പറയാം, എൻ്റെ മുഖം കാണിച്ചു, എനിക്ക് യാതൊരു കുഴപ്പമില്ല. കമന്റിൽ എല്ലാരും പറയുന്നുണ്ടല്ലോ കള്ളത്തരം പറയണ പോലെ പറയിപ്പിച്ചതുപോലെയൊക്കെയാണെന്ന്. അവൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നോണ്ടാണ് അവൻ അങ്ങനെ പേടിച്ചാണ് പറയണത്. സഫ വീഡിയോ എടുക്കാൻ പറഞ്ഞ് മെഹറിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് മെഹറിന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സഫ. ലോക കള്ളത്തരാണ് സഫ പറയണത്. എൻ്റെ മോനെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. പാവപ്പെട്ട വീട്ടിലെ കൊച്ചുങ്ങളെ കാര്യമാക്കിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. എൻ്റെ മോനില്ലാതായി എനിക്ക് മാത്രമേ പോവുള്ളൂ. അവൾക്കൊരു കുഴപ്പവും നഷ്ടം സംഭവിക്കാനില്ല. നിങ്ങൾ ഈ ചേച്ചീനെ കണ്ടിട്ടുണ്ടോ? ഞാനാ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ അവരെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ അവരെയൊക്കെ കണ്ടാൽ നിങ്ങളിത് പറയൂല, മനസ്സിലായോ? അത്രയും പാവം പിടിച്ചൊരു സ്ത്രീയാണ്. അവർ വാടക വീട്ടിൽ താമസിച്ച് ഡെയിലി ജോലിക്ക് പോയി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ ഈ ഡ്രാമയിലോട്ട്, ഞാൻ ഡ്രാമ ചെയ്യുമെന്ന് പറഞ്ഞാലും അവരെയൊന്നും നിങ്ങൾ ഇതിലോട്ട് വലിച്ചിടരുത്. അമ്മേനെ പറയുന്നത് ഞാൻ കണ്ടു, ഭയങ്കര മോശമാണ് കേട്ടോ. ഭയങ്കര മോശം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിലും കൂടുതൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആക്ച്വലി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായി? ഇത്രയും വന്ന ആൾക്കാരുടെ അടുത്ത് തെളിയിച്ചിട്ടും പറഞ്ഞിട്ടും പിന്നെ ആൾക്കാർ ഇത് വിശ്വസിക്കുന്നില്ല, ഇത് ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മോശമാണ്. ബിക്കോസ് ഐ ഫെൽറ്റ് റിയലി സാഡ്. ഞാൻ വഴി അവർക്കൊരു ഇത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എൻ്റെ കമൻറ്റ് സെക്ഷൻ തന്നെ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് അവരെന്നിട്ട് എന്നോട് ചോദിക്കുക, മോക്ക് ഞങ്ങൾ കാരണം ബുദ്ധിമുട്ടായല്ലേ എന്ന്. എനിക്ക് പ്രശ്നമില്ല, എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ വന്നിരുന്ന് തള്ളി പറയാം അവരെ. അവർ എന്നെ കൊണ്ട്, അതായത് അവർ വന്ന് പറയണമെന്ന് പറഞ്ഞു, ഞാനത് ചെയ്തു, അവർ പറഞ്ഞ ഉത്തരത്തിന് എനിക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ല. ഓക്കെ, ഒരു പോയിന്റ് വരെ ശരിയാണ്. ഇനി അവർ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും, ആ മോൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ ഉത്തരം തന്നേലും മോശമോ അല്ലെങ്കിൽ തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിയാണ്, ഓക്കെ, മാച്ച് ആവുന്നില്ലെന്ന് വിചാരിക്കാം, പറഞ്ഞേക്കുന്ന എല്ലാ കാര്യം ശരിയില്ലെന്ന് വിചാരിക്കാം. ഞാനല്ലല്ലോ ഉത്തരം തരുന്നേ. എന്നോട് പറഞ്ഞ കാര്യത്തിന് ഞാൻ ചോദ്യം ചോദിച്ചു, അവർ ഉത്തരം തരുന്നു. അതിന്റെ ക്രെഡിബിലിറ്റി എങ്ങനെയാണ് ഞാൻ എടുക്കുക? ഞാൻ ആകെ പറയുന്നത് ആ മോനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെനിക്ക് ഏത് പോയിന്റിലാണ് മനസ്സിലായെന്ന് വെച്ചാൽ, ലല്ലു ഉണ്ടായിരുന്നിട്ട് ആ വീഡിയോയിൽ ലല്ലു ഇല്ലായിരുന്നെന്ന് അവൻ പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഫ പറയിപ്പിച്ചാണ്. ബിക്കോസ് ആ വീഡിയോ സത്യമാണെങ്കിൽ അവൻ അതിൽ സത്യം പറഞ്ഞാൽ പോരെ. അവനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതല്ലേ അപ്പോൾ പറയുന്ന ഒരാൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഒന്ന് സത്യം പറയുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെ മാച്ച് ആവുക? ആ വീഡിയോ ഭീഷണിപ്പെടുത്തിയെടുത്ത് ഈ വീഡിയോ അവൻ സത്യസന്ധമായിട്ട് പറയുന്നു. വീഡിയോയുടെ തുടക്കം തന്നെ ഞാൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ചോദ്യം നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് പറയാം. എനിക്ക് അവനോട് അത്രയും മെച്യൂർഡായിട്ട് ചോദിക്കാൻ പറ്റില്ല. ഹീസ് ജസ്റ്റ് എ കിഡ്, ഹീസ് 15 years old. അത് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിലും വെക്കുക. എനിക്ക് അവനോട് സ്വാഭാവികമായിട്ട് റൂഡായിട്ട് ചോദിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെ അവനോട് അത്രയും ഡീപ്പ് ലെവൽ രീതിയിൽ എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഹീസ് വെരി സ്മോൾ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് അവനോട് ചോദിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് അവന് ഞാൻ പറയുന്ന ഉത്തരം, അവനൊരു ഉത്തരം തരുവാണെങ്കിൽ ഞാൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. അത് അവന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തരോട് സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട്. ചെറിയ പിള്ളേരോട് സംസാരിക്കേണ്ട, അഡൾട്ട്സിനോട് സംസാരിക്കേണ്ട, വയസ്സായ ആൾക്കാരോട് സംസാരിക്കേണ്ട, ഇതിനെല്ലാം ഒരു ലെവൽ ഓഫ് വേ ഓഫ് ടോക്കിംഗ് ഉണ്ട്. ആ രീതിയിലാണ് ഞാൻ ആ മോനോട് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്, മനസ്സിലായി? എനിക്ക് നിങ്ങളിത് പറഞ്ഞുകൊണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് അവരോട് പോയി ചൂടാനൊന്നും പറ്റത്തില്ല. ബിക്കോസ് അവരുടെ ഭാഗം അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് കൊടുത്ത് ഇത് അന്വേഷിക്കണം, ഇത് സംഭവം അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഫ അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാമറ ഉണ്ടെന്ന് പറയുന്നുണ്ട് വീടിൻ്റെ അവിടെ. അങ്ങനെയാണെങ്കിൽ ക്യാമറ ഉള്ള ഓണർ ആരാന്ന് വെച്ചാൽ ക്യാമറ വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ പോലീസ് പോയി അന്വേഷിക്കണം, മനസ്സിലായോ? ജുവനൈൽ വഴി കോർട്ട് വഴി പോകുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുള്ള കാര്യം അന്വേഷിക്കണം. ആൻഡ് ഓൾസോ ഈ പോലീസ് പൊക്കി എന്ന് പറയുന്നു ഇനിയാണ്, അതായത് ഞായറാഴ്ച ഈ പോലീസ് പൊക്കി നാജിയുടെ വീഡിയോ എടുക്കുമ്പോൾ നാജിയുടെ വായിന്ന് നാജി പറയുന്നുണ്ട്, കൊച്ചിനെ തല്ലിയ ദിവസം നാജി അവിടെ ഇല്ലായിരുന്നു, അതിൻ്റെ തലേന്ന് നാജി ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ കൊച്ചിനെ തല്ലിയ കാര്യം എങ്ങനെയാണ് നാജിയുടെ വായിന്ന് വരുന്നത്? അതെനിക്ക് മനസ്സിലാവാത്തത്. കൊച്ചിനെ തല്ലിയ ദിവസം ഉണ്ടായിരുന്നെന്ന് ഞാൻ നാജിയോട് ചോദിക്കുമ്പോൾ നാജി അവിടെ ഇല്ലായിരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊച്ചിനെ തല്ലിയാലും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പോലെ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ അവൻ അതല്ലേ പറയേണ്ടത്? അവൻ്റെ ഫേസ് ഞാൻ കാണിക്കത്തില്ല. ആ ഭാഗം മാത്രം ഞാനിവിടെ പ്ലേ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അന്നൊരു കൊച്ചിനെ തല്ലുന്ന സീൻ ഉണ്ടായിട്ടില്ലേ? ഓളുടെ വീട്ടിലോട്ട് ഒരു ചെറിയ കുട്ടി വന്നിട്ടില്ലായിരുന്നോ? 15 വയസ്സുള്ള വീഡിയോ എടുത്തു കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഇല്ലായിരുന്നോ? അന്ന് നീ ഇല്ലായിരുന്നോ റൂമില്? ഇവളാ കുട്ടീനെ തല്ലുന്ന ദിവസം അറിയില്ല. അതിന്റെ തലേന്നാണ് ഒന്ന് പോലീസുകാരെല്ലാം കയറി ഇവന് അന്ന് റൂമിൽ. ബാക്കി ഓഡിയോ സാമ്പിൾ ചെയ്യാം. അപ്പോൾ ഇത് ഒന്നും ലല്ലുവിൻ്റെയും സഫയുടെയും കൂടെ ആണ്. സഫയുടെ ഊബർ ഡ്രൈവറാണ് ഈ പറയുന്നതെന്ന് വിചാരിക്കണം. ഓക്കെ, ബാക്കി കേൾക്കാം. ഇന്നലെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കൊച്ചിന്റെ അമ്മയാണ് ഞാൻ.
നിങ്ങളെല്ലാവരും കമന്റ് ഇട്ട് പറഞ്ഞ് കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്, കള്ളത്തരാണ് എന്നെല്ലാം പറഞ്ഞു. അനുഭവിച്ചവർക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് കമന്റ് ഇടുന്നവർക്ക് വെറുതെ എഴുതിയിട്ടാൽ മതി. സഫ വിളിച്ചിട്ടാണ് കൊച്ചു ഫ്ലാറ്റിലോട്ട് ചെന്നത്. അപ്പൊ എന്റെ മോൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ സഫായത്തെ വിളിക്കുന്നുണ്ട്, ഞാൻ ചെന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ച് കൊച്ചിനെ വല്ല കഴിക്കാൻ മേടിക്കാനായിരിക്കുമല്ലോ, ഞാൻ പോയിട്ട് വമ്മോനെന്നും പറഞ്ഞ് കൊച്ചിനെ പറഞ്ഞു വിട്ടത്. 2 പ്രാവശ്യം വിളിച്ച്, എന്നിട്ട് നമ്മളെന്നാ പോയിട്ട് വമ്മോനെന്നും പറഞ്ഞ് വിട്ടത്. അത് കഴിഞ്ഞിട്ടാണ് സഫ എൻ്റെ മോനെയും കൂട്ടി വീഡിയോ ഓണാക്കിക്കൊണ്ട് എൻ്റെ റൂമിലിട്ട് വന്നത്. അടുത്തടുത്ത് തന്നെയാണ് വീട്. ഞാൻ പറയണതെല്ലാം ഞാൻ അറിയാതെ റെക്കോർഡ് ചെയ്ത് വെച്ച്, അതും എൻ്റെ പെർമിഷൻ കൂടാതെയാണ് വീട്ടിൽ വന്ന് വീഡിയോസൊക്കെ പിടിച്ചത്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല, പാർട്ടി നടന്ന കാര്യങ്ങളൊന്നും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കടയിൽ പോയപ്പോഴത്തേനും കൊച്ചിനെ ഒരു ചേട്ടൻ കളിയാക്കിയ എടാ അടി കൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് മതിയായാലെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിന്നെ സഫ അടിച്ചാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ അടിച്ചായിരുന്നു, അമ്മ ഭീഷണിപ്പെടുത്തി അമ്മേനെ കൊല്ലുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അമ്മയോട് പറയാതിരുന്നതെന്നൊക്കെ പറഞ്ഞത്. അപ്പം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത്. ഈ സഫ തന്നെ പറഞ്ഞിട്ടാണ് എൻ്റെ മോൻ വീഡിയോസ് എടുത്ത് കൊടുക്കുന്നത്, മെഹനാസിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞതൊക്കെ. ഞാൻ വീട്ടിൽ ഇരുന്ന് വീഡിയോസ് മെഹനാസിന് അയച്ചു കൊടുത്തപ്പോഴത്തേനും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സഫാത്ത പറഞ്ഞിട്ടാണ് വീഡിയോസ് അയച്ചു കൊടുക്കുന്നത്. എന്താ കാരണം എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. മെഹനാസിനെ കൊടുക്കാൻ വേണ്ടി അടുത്ത് വല്ല ട്രാപ്പ് ഒരുക്കാൻ വേണ്ടി ആയിരിക്കും ഓരോരോ കാര്യങ്ങളൊക്കെ പറയണത്. എപ്പോഴും മെഹനാസിനെ കുറിച്ചാണ് ഓരോരുത്തർ വീഡിയോ ഇടുന്നത്. സഫ പറയുന്നത് വിശ്വസിച്ച് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ആ വീഡിയോസ് അയച്ചു കൊടുക്കുമ്പോൾ മെഹനാസിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും സഫ അവനോട് പറഞ്ഞിട്ടുള്ളത്. അവൻ കൊച്ചാണ്, അവനൊന്നും അറിയാൻ പാടില്ല. 15 വയസ്സെല്ലാം ആയിട്ടുള്ളൂ. അത് ചിന്തിക്കാനുള്ള കഴിവൊന്നും അവനുണ്ടാവൂല. പിന്നെ അവൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത് തന്നെ. അതിനുള്ള പേടിയും കാര്യങ്ങളൊക്കെ അവന് കാണും. ഈ കമന്റ് ഇടുന്ന ആൾക്കാരെല്ലാരും പറയണ ചെക്കനെ കൊണ്ട് പറയിപ്പിച്ചാണ്, മറ്റേതാണ് മറിച്ചാണെന്നും. ഇതൊന്നുമല്ല സത്യാവസ്ഥ. നിങ്ങൾ നേരിട്ട് വന്ന് അന്വേഷിക്കുക. സഫയുടെ ഫ്ലാറ്റ് അടുത്ത്, ഞങ്ങളുടെ വീട് അടുത്താണ്. അവിടെ എന്തൊക്കെയാ നടക്കണത് നിങ്ങൾ നേരിട്ട് വന്ന് അന്വേഷിക്കും. എന്നിട്ട് സഫേനെ പൊക്കി പറ. ഇവര് യൂട്യൂബിലെ റീച്ച് കിട്ടാൻ വേണ്ടി അതിനെ പാവപ്പെട്ട വീട്ടിലെ കൊച്ചിനൊക്കെ തിരഞ്ഞെടുക്കണത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവർക്ക് എന്തെങ്കിലും എഴുതി വിടാറുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് തന്നെ ചെയ്തുകൂടെ? ഓരോ വീഡിയോസ് എടുപ്പിക്കുകയും ചെയ്യും, അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? എല്ലാവരും അറിയണം. ഞാൻ തന്നെയല്ല, എല്ലാവരും അറിയണം. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പറഞ്ഞ കള്ളത്തരമുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ഞാൻ ആരെ രക്ഷിക്കാൻ വേണ്ടി പറയണതല്ല. അവനൊരു കൊച്ചാണ്, അവനറിയാൻ പാടില്ല എന്തിനാ വീഡിയോസ് എടുത്ത് ഭർത്താവിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞൊന്നും അവനറിയാൻ പാടില്ല. അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവൾ ഇങ്ങനത്തെ തോന്നിവാസമൊക്കെ കാണിക്കുകയും ചെയ്ത് അവളെല്ലാവരെയും പൊക്കി പറയുകയും ചെയ്യും. എന്തിനു വേണ്ടിയാണ്? അവൾ ആ വീഡിയോസ് ഇട്ട് പിന്നെ എൻ്റെ മോന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ആൾക്കാരുടെ ഭീഷണി മൂലം. എൻ്റെ മോനോ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി സഫയായിരിക്കും. കേട്ടല്ലോ അല്ലേ നിങ്ങൾ? അവർ ലാസ്റ്റ് എനിക്ക് അയച്ച ഓഡിയോ ആണ്. എൻ്റെ മോനോ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സഫയാണ്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഇനിയും നിങ്ങൾ അവർ പറയുന്നത് വിശ്വസിക്കാണ്ടിരിക്കുക, എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി സഫയാന്ന് അവർ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് പൈസ കൊടുത്തിട്ടില്ല, ഞാൻ അവർക്ക് ഡ്രാമയുടെ അവർക്ക് ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി കോൺടാക്ട് ചെയ്യാം. എടയപുര ആലുവ അവരുടെ സഫയുടെ തൊട്ട് ഫ്ലാറ്റിൻ്റെ അടുത്താണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വാടക വീട്ടിൽ പോയി നിങ്ങൾക്ക് അവരോട് ഡയറക്റ്റ് ചോദിക്കാം. അത് നിങ്ങൾ ഇനിയിപ്പോൾ ഞാനൊരു 50,000 കൊടുത്തെന്ന് വിചാരിക്കും, നിങ്ങളൊരു 1,00,000 രൂപ കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ അവരെ എനിക്ക് വേണ്ടി മാറ്റി പറയുന്ന നോക്കുക. ഞാൻ അങ്ങനെ ഒരു പൈസയോ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. പിന്നെ ഞാൻ എന്തിന് ഡ്രാമ കളിക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഡ്രാമയല്ല, ഇത് ഞാൻ വീഡിയോ ചെയ്തത് ആ കൊച്ചിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലാണ്ട് ഇതിൽ ലല്ലുവിൻ്റെയും സഫയുടെയും ഒളിച്ചോട്ട കേസ് പറഞ്ഞിട്ടല്ല ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത്. സഫ ഇത് ചെയ്തേക്കുന്നത് വെരി പണിഷണബിൾ ഒഫൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ കേരള പോലീസ്, ജുവനൈൽ കോർട്ട് കേസ് എന്താണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് അത് ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഞാനത് തെറ്റ് ചെയ്തേക്കാം, ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഞാൻ ഡ്രാമ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റ് വന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പെറ്റ് ഉമ്മാണ്, റമദാൻ മാസമാണ്, എന്തൊക്കെ ഉണ്ടോ അതൊക്കെയാണ്. അള്ളാണ്. എനിക്കിതിന് ഒരു ഭാഗവും ഇല്ല, എനിക്കിതിന് ഒരു ഇതുമില്ല.
ഇവരെന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തു, അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തു. അവരുടെ സൈഡ് ന്യായീകരിക്കാൻ, അവരുടെ ഭാഗം കേൾക്കാൻ ഞാൻ വീഡിയോ ചെയ്തു. കാരണം അത്രയും പാവപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് ഈ മൈക്കും ക്യാമറയും ലൈറ്റും ഒന്നും ഇല്ല. വീഡിയോ എടുക്കാൻ പോലുള്ള സ്പേസ് അവരുടെ വീട്ടിലില്ല. അത് ഞാൻ ചെയ്തു കൊടുത്തതേ ഉള്ളൂ. അതിൽ എനിക്ക് ഇപ്പോഴും തെറ്റ് തോന്നുന്നില്ല. ഇനി ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ട് എന്നെ തെറി പറയുകയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ആ കൊച്ചിന് നീതി കിട്ടട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ കൊച്ചിന് ട്രോമ അടിക്കാണ്ടിരിക്കട്ടെ. ചെറിയ പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സൂക്ഷിക്കുക. അതായത് വീട്ടുകാർ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയി അത് പറയാം ഇത് പറയാന്ന് പറഞ്ഞാൽ അവരത് ചെയ്തു പോകും. കാരണം അവർക്ക് പ്രായം അതാണ്, പക്വത അതാണ്. ഒരു ചോക്കോബാർ പറഞ്ഞാൽ എൻ്റെ കമൻറ്റിൽ വന്ന് ചോക്കോബാർ പറഞ്ഞ് ഇവൻ നേരെ എതിര് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചോക്കോബാറൊക്കെ തന്ന് ആരോടൊന്നും പറയലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിള്ളേരെ പറ്റിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. സോ ഇവൻ സഫയുടെ വീഡിയോയിൽ ഇവൻ സഫയ്ക്ക് വേണ്ടിയിട്ട് സഫ തല്ലിയിട്ടാണ് ഇവൻ കള്ളം പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ അവനിപ്പോൾ സത്യം പറയേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇത് എവിടെയും പറയാണ്ട് ഇവർക്ക് ഇത് വിടായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്ത് നീതി കിട്ടണം, അവരുടെ ഭാഗത്ത് തെറ്റില്ലെന്നുള്ളതുകൊണ്ടാണ് അവരത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? പോസ്റ്റ് മീൻസ് അവർ കേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. പക്ഷെ ഞാനിതുപോലെ സ്ക്രിപ്റ്റും ചെയ്തിട്ടില്ല, ഞാനൊരു തേങ്ങയും ചെയ്തിട്ടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ശരി.